CPM മുഖപത്രമായ ഈ പീപ്പിൾസ് ഡെയിലിയിൽ ഒരു ലേഖനം വന്നു. അത് BJPയുടെ വളർച്ച വളരെ വലുതാണെന്നും വളരെ കാണേണ്ടതാണെന്നും കേരളത്തിലെ LDFിൻ്റെ വോട്ടിംഗ് നിലവാരം കുറഞ്ഞതും കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് നിലവാരം കൂടിയതും ഒക്കെ വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണെന്നും ഓരോ സംസ്ഥാനത്തിലെയും BJPയുടെ വളർച്ചയും എന്നാൽ UPയിലും ഒന്നുള്ള സ്ഥലങ്ങളിലും ചെറിയ ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് BJPക്ക് നല്ല രീതിയിൽ വിജയം ഉണ്ടാക്കാൻ കഴിയാത്തത്. പക്ഷേ അതിനെ നമ്മളൊരു അത്ര കാര്യമായിട്ട് കാണേണ്ടതില്ല. അല്ലെങ്കിൽ വലിയ വൻ ഭൂരിപക്ഷം BJP വന്നേനെ. അപ്പോൾ BJPയുടെ ഈ വളർച്ച കേരളം ഉൾപ്പെടെയല്ല, പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിലെ കർണാടകയിൽ ഒന്ന് കുറഞ്ഞു, വോട്ടിംഗ് നിലവാരം കുറഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയൊക്കെ BJPയുടെ വോട്ടിംഗ് ഷെയർ കൂടിയിരിക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പീപ്പിൾ ഡെമോക്രസി ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് കാണേണ്ടതുണ്ട് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. എന്തായിരിക്കും താങ്കൾക്ക് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന്മേലുള്ള ഈ CPMൻ്റെ ഈ വീക്ഷണത്തിൽ മേൽ CPM എന്തായിരിക്കും മുന്നോട്ട് പോകാൻ അവരുടെ ഒരു തന്ത്രം എങ്ങനെയായിരിക്കും? ഇത് കേട്ടോ ബാബു നമ്പൂതിരിയുടെ ഭാവമാണോ? ഒന്നും ചെയ്യാനില്ല, ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഇങ്ങനെ അനാലിസിസ് ഉണ്ടാകും. ബംഗാളിൽ തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ പാർട്ടി വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തിയിരുന്നു. ഈ വിജയത്തിൽ അഹങ്കരിക്കരുത്. നമ്മൾക്ക് ബലികേറാമലയായിരുന്ന കൽക്കത്ത നഗര കേന്ദ്രങ്ങളിൽ നമ്മൾ വൻ കുതിച്ചുകയറ്റം നടത്തി. എന്നാൽ നമ്മുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ 5% വോട്ട് കുറഞ്ഞു. ഇത് വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഞാൻ അന്നതേ ശ്രദ്ധിച്ചു. നമ്മളൊക്കെ അന്ന് സിവിൽ സർവീസൊക്കെ പഠിക്കുന്ന സമയമാണ്. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്, ഈ വിജയമല്ല. കാരണം എൻ്റെ പല ഫ്രണ്ട്സ് വന്ന് കൽക്കത്തയിലെ MLA-മാരുടെയും ബംഗാൾ MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ മക്കളായിരുന്നു. സലീമിൻ്റെ മോളൊക്കെ, സലീമില്ല ഇപ്പോഴത്തെ പൊളിബ് അയാളെ മോളൊക്കെ അന്ന് JNU ഉണ്ടായിരുന്നു. അവളെൻ്റെ ഫ്രണ്ടല്ലായിരുന്നു, അവളെ JNU എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ പല ആളുകൾ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ കൽക്കത്ത എന്നൊക്കെ വെച്ചാൽ തൃണമൂലിൻ്റെ ശക്തി എന്നാണ്. അവിടെ പാർട്ടി ഭയങ്കര മുന്നേറ്റമായിരുന്നു. തൃണമൂലൊന്നും അല്ലാതായിപ്പോയി. പക്ഷേ ഇങ്ങനെ സംഭവം നടന്നു. ഈ അവലോകനവും ഈ പഠനമൊക്കെ നടത്തിയെങ്കിലും അത് വെറും ഒരു അവലോകനം നടത്തി ഒരു പ്രസ്ഥാനം ഇറക്കി PV കൂടി ഒരു അവലോകനം നടത്തുന്നു, പിരിയുന്നു എന്നല്ലാതെ അതിനുമേലൊരു നടപടിയില്ല എന്നാണ് ഇംപ്ലിമെന്റ്. ശക്തമായ സംസ്ഥാന ഘടകങ്ങൾ പോളിറ്റ് ബ്യൂറോയുടെ നിശബ്ദരായി കളി. അന്ന് ബുദ്ധദേവ് ഭയങ്കര ശക്തനായിരുന്നു, അത്രയും വലിയ വിജയം നേടി. മാത്രമല്ല അവിടെ കൽക്കത്തയിലെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ബിസിനസ്സേ അവിടെ ഉള്ളൂ. ഈ പാർട്ടിയുടെ സമയത്ത് വലിയ വ്യവസായങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ നാച്ചുറലി ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഈ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ അംബാസിഡർ കാറൊക്കെ അവിടെ കോൺഗ്രസ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർ പൂട്ടി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇന്ത്യയിൽ കാർ വിപണിയിൽ നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് പലതും അടഞ്ഞു പോയി. അപ്പോൾ കൽക്കത്ത എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് രാജ് കാലഘട്ടത്തിൽ നൊസ്റ്റാൾജിയ ഉയർന്ന നഗരമായിട്ട് മാറി. വെറുമായ മറ്റേ ആ സിനിമയല്ലേ, കൽക്കട്ട ന്യൂസ് സിനിമയെ കാണുന്ന പോലെ വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള നഗരമായിട്ട് മാറുകയും സമീപ പ്രദേശങ്ങൾ ഒടുക്കത്തെ ദാരിദ്ര്യമാണ്. അന്നാണ് നക്സൽ മൂവ്മെൻ്റൊക്കെ സമീപ പ്രദേശങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഈ മന്ത്രിമാരൊന്നും ഉണ്ടാക്കിയില്ല. അകപ്പാടെ ജ്യോതിബാസുവിന്റെ മോനാണ് എന്തെങ്കിലും ഉണ്ടാക്കിയത്. ജ്യോതിബാസു പണ്ടേ പൈസക്കാരനായിരുന്നു. അല്ല, ജ്യോതിബാസു പണ്ടേ പൈസക്കാരനാണ്, വലിയ ജന്മിയാണ്. അവന് ജ്യോതിബാസ് അച്ഛൻ്റെ ആണെങ്കിലൊന്നല്ല. അച്ഛനെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അവൻ്റെ ബിസിനസ് ഒക്കെ വേറെ ആയിരുന്നു. ജ്യോതിബാസു കോൺഗ്രസ്സുകാർക്കും മറ്റുള്ളവർക്കും പണി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ അച്ഛൻ്റെ വൈക്ക് ഭാഗത്തോണ്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പം ബാക്കി എല്ലാവരും ദരിദ്രന്മാരെ ഇങ്ങനെ ഒരു വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകൾ ഡൽഹിയിൽ വരും. പക്ഷെ അവരാണ് VS-നെയൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആക്കിയത്. പാർട്ടി പിണറായിൻ്റെ കയ്യിലായിരുന്നല്ലോ. അവർ കേന്ദ്ര നേതൃത്വം തന്ന് അവർക്ക് ഭയങ്കര ശക്തിയായിരുന്നു. 25 വർഷം ഭരിക്കുന്ന പാർട്ടി ബംഗാൾ ഘടകം കഴിഞ്ഞിട്ട് ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുമ്പം ഇവർ വളരെ സീരിയസ് ആയി ഇതൊക്കെ കണ്ടു, ഈ മാറ്റം അവർ കണ്ടു. പക്ഷെ അത് ഇപ്പം ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വലിയ രീതിയിൽ വ്യവസായവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ശരിയായിരുന്നു. പക്ഷെ ഇതിന് അക്യൂർ ചെയ്ത ഭൂമിയൊക്കെ എന്ന് വെച്ചാൽ പാവപ്പെട്ട കർഷകൻ്റെ ഭൂമിയായി പോയി. അവിടെ ഈ അടിസ്ഥാന മേഖല എന്ന സ്ഥലത്ത് പോയിട്ടാണ് അക്യൂർ ചെയ്തത്. അത് പല മൈനോറിറ്റി വോട്ടാണ്. അവിടെ മുസ്ലിംസാണ് എൻ ബ്ലോക്ക് ആയിട്ട് ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെതിരായപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ഭീകരമായി അടിച്ചമോ. അപ്പോൾ എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നു JNU ഈ HUDയുടെ കാലഘട്ടം തുടങ്ങി SFIയുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അത് തകരുന്ന അതോടുകൂടിയാണ്. അന്ന് ഞങ്ങളുടെ JNU യൂണിയൻ പ്രസിഡന്റ് ചെയർമാൻ എന്ന് പറയും ധനഞ്ജയാണ്, ബീഹാർ തന്നെയാണ്. അപ്പം ധനഞ്ജയ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം അന്നാണ് അവിടെ ഈ നന്ദിഗ്രാമിൽ പോലീസിൻ്റെ ഭീകരമായ തങ്കമണി സംഭവം ഇറങ്ങി വന്നത്. അപ്പം അന്ന് ഞാനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വൈകുന്നേരം പാർട്ടി SFI നേതൃത്വത്തിന് അനുകൂലമായിട്ട്, അന്ന് പാർട്ടി ബംഗാൾ ഘടകത്തിന് അനുകൂലമായിട്ട് ഒരു ജാഥ അതിൽ നടത്തുന്നുണ്ടായി.
ഈ ജാഥ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഒരു കാവേരി ധാബയുണ്ട്. ഓരോ ഹോസ്റ്റലും വലിയ ഹോസ്റ്റലാണ്. അതിൻ്റെ അടുത്ത് ഓരോ നല്ല ചായക്കടയാണ്. ചായക്കടയിൽ നോൺ വെജും ഒക്കെ കിട്ടും. എനിക്കിപ്പോൾ ഒരു JNU എനിക്ക് ഏറ്റവും വലിയ നൊസ്റ്റാളജി അവിടുത്തെ ലൈബ്രറി ഈ ചായക്കടകളാണ്. അപ്പം അതിൻ്റെ മുന്നിൽ നിൽക്കും. അതുവരെ ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികളായിരുന്നിട്ടുള്ള പ്രൊഫസർമാരും സ്റ്റുഡൻസും അവരാണ് ബുദ്ധി കേന്ദ്രം. നമ്മളൊന്നല്ല, നമ്മളൊക്കെ എന്നാൽ വെറും ഏങ്കുലി സപ്പോർട്ടർ മാത്രമാണ്. ഇവരൊക്കെ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധദേവിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. ഇവരൊക്കെ എതിരായി നിൽക്കുന്നു. ഇവരൊക്കെ നേരെ ഐസയിൽ പോയി ചേർന്നു. ഈ സ്റ്റുഡൻസ് അടുത്ത ഇലക്ഷൻ തൊട്ട് ഐസയാണ്. ഇപ്പോൾ ഐസയുടെ അണ്ടറിൽ നിൽക്കുന്ന സംഘടനയാണ് SFI. അന്ന് ഐസ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സംഘടനയായിരുന്നു, രണ്ടാമത്തെ സംഘടനയായിരുന്നു. ഇപ്പോൾ ഐസയുടെ അണ്ടറിൽ നിൽക്കുന്ന ചെറിയ സംഘടനയാണ് SFI. ശരി, അപ്പോൾ നമുക്ക് ആ വിഷയം അല്ല, ഞാൻ പറഞ്ഞു തന്നത് അന്ന് JNU പോലും ഒഫീഷ്യലായിട്ടുള്ള ഘടകം എന്ത് ചെയ്തു, ഇതിനെ ഈ പറഞ്ഞ വിലയിരുത്തൽ കണ്ടില്ല. അതിന്റെ ദുരന്തമാണ് ഇപ്പൊ ബംഗാളിലെ സ്ഥിതി. എന്താ അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്ന ആ ഒരു ബംഗാൾ നമ്മൾ ഇപ്പൊ തന്നെ മൊത്തം കേരളത്തിലെയും ദേശീയ തലത്തിലാണ് ഇവർ ഒരു മുഖപത്രം, ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെയൊക്കെ നടക്കും എന്നാണ് താങ്കൾ പറയുന്നത്. കാരണം ഇത് പണ്ട് മുതലേ ഇവർ ഇങ്ങനെ അവലോകനം നടത്തുകയും ഒക്കെ ജാഗ്രത വേണമെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ ഒരു പൊതുമണ്ഡലത്തിൽ വന്നു, പാർട്ടിക്കകത്തുമല്ല പറഞ്ഞ പൊതുമണ്ഡലത്തിൽ എല്ലാവരും അറിയുന്ന തരത്തിൽ വലിയ വീഡിയോ ക്യാമറകളെല്ലാം നിൽക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു, നമ്മൾ തോറ്റുപോയി, നാണം കെട്ട് തോറ്റുപോയി, തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞ നിയമസഭയിൽ പിണറായി വിജയനാണ് അങ്ങനെ പറഞ്ഞത്. തോറ്റിട്ടില്ല, ജയിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തിരുത്തും. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ആ പ്രസംഗത്തിൽ CPM ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അക്കമിട്ട് അങ്ങോട്ട് പറയുകയും ചെയ്തു. അതായത് ഒരുതരം കുറ്റപത്രം പോലെ പറയുകയും ചെയ്തു. അപ്പോൾ ഈ പറച്ചിൽ ഇപ്പോൾ തിരുത്തണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന താങ്കൾ ഈ മുഖപ്രസംഗത്തിലെ ഈ അവലോകനം പണ്ട് മുതലും ഇപ്പം ഈ പീപ്പിൾ ഡെമോക്രസിയിൽ വന്നത് ഒരു വലിയ കാര്യമാക്കേണ്ടെന്ന് പറയുന്നത് പോലെ ME ഗോവിന്ദൻ്റെ ഈ തിരുത്തുമെന്ന് പറയുന്നതും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലല്ലേ? കാരണം ഇതിങ്ങനെയൊക്കെ പോകും. സംസ്ഥാന കമ്മിറ്റി ചെയ്യട്ടെ, അതിനേശേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് വളരെ സീരിയസ് ആണ്. ആരിഫൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടി വോട്ടാണ് BJPയിലേക്ക് പോയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പാർട്ടി അങ്ങനെ സമ്മതിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വോട്ടാണ്, അതായത് കോൺഗ്രസ്സുകാർ വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ അല്ലേ പറയല്ലേ, പാർട്ടി വോട്ട് പോയി എന്നുള്ളതാണ്. അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി വോട്ട് എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഈഴവ വോട്ട്, ആലപ്പുഴക്കാണ് ഈഴവ വോട്ട് എന്നായിരിക്കും. അതെ, ഈഴവ വോട്ട്. മലബാറിലാണ് തീയന്മാരെ വോട്ടും അവിടെ നായന്മാരും കൂടുതൽ പാർട്ടിയിലുണ്ട്, നായന്മാരെ വോട്ടും ഇതാണ് പോയിരിക്കുന്നത്. പകരം വന്ന വോട്ടുണ്ട് മുസ്ലിം വോട്ട്. ഇവിടെ പണ്ടേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മുസ്ലിം വോട്ട് വിചാരിച്ചിട്ട് വലിയ ഒന്ന് മുസ്ലിം വോട്ട് വിചാരിക്കുക, രണ്ട് സെക്യുലേഴ്സ് ഒന്നും വലിയ ആദർശം പറഞ്ഞുകൊണ്ട് ഈ ഇവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിക്ക് പിന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചാടിക്കേടിയിട്ട് നടപ്പിലാക്കരുത്, ആവേശം കൊണ്ട് തിരിച്ചടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചെന്ന് വെച്ചാൽ കാലാകാലം ഈഴവ കമ്മ്യൂണിറ്റി പാർട്ടിക്കാർ നമ്മളെ കൂടെ വെക്കുന്നു. പുതിയൊരു ജനറേഷൻ വന്നു കഴിഞ്ഞു, അവർക്ക് ഈ പലസ്തീൻ പ്രശ്നം എന്താണെന്ന് പോലും അറിയില്ല. മുമ്പത്തെ ആളുകൾക്ക് പലസ്തീൻ്റെ കൂടെയാണ് ഇൻ്റർനാഷണൽ പാർട്ടിയുടെ നിലപാടാണ് എന്നറിയാം. പക്ഷേ ഈ പുതിയ കുട്ടിയൊക്കെ അറിയില്ല. അവർ നോക്കുമ്പോൾ വെച്ചാൽ ഹമാസുകാർ കയറി കുറേ ഇസ്രായേലികളെ തട്ടിക്കൊണ്ട് തിരിച്ചടിക്കുക. അവർക്ക് ഇനെന്താ പ്രശ്നം? ഇതല്ലേ നമ്മൾ കണ്ണൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതല്ലേ നമ്മൾ ക്യാമ്പസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉത്തരം പറയാൻ പറ്റും. അവിടെ നിങ്ങൾ ഈ സിദ്ധാന്തം ഈ പിള്ളേർക്ക് മനസ്സിലാവില്ല. മാത്രമല്ല ഹമാസിനെ അല്ല അംഗീകരിച്ചത് പാർട്ടി, അത് പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഹമാസ് ബേസിക്കലി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിന്നെ ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ നിൽക്കുന്ന മൊസാദ് ഉണ്ടാക്കിയ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഒരു ഓഫ് ഷൂട്ടാണ്. ഇത് മനസ്സിലാക്കാതെയാണ് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ ചാടിയത്. പകരം ഹിന്ദു വോട്ട് പോയി. മുസ്ലിങ്ങൾ പാർട്ടിന്റെ ഭാഗമായിട്ട് വേണ്ട, അത് നല്ലതാണ്. മുസ്ലിങ്ങളെ കൂടുതൽ സെക്യുലർ ആക്കാനും പാർട്ടി കൂടുതൽ ശക്തമാനൊക്കെ നല്ലതാണ്, പക്ഷെ ഉള്ളത് പോയത്. അപ്പോൾ ഈ തിരുത്തൽ, അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ 1996 ഇവർ ആദ്യമായിട്ട് PBയിൽ ഒരു തിരുത്തൽ രേഖ കൊണ്ടുവരികയും പാസ്സാക്കുകയും ചെയ്ത ഒരു അനുഭവമുണ്ട്. 96 വർഷം ഇത്ര കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ തിരുത്തും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പരാജയം വരുമ്പോൾ തിരുത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തിരുത്തൽ പ്രക്രിയ പേപ്പറിൽ തിരുത്താൻ വേണ്ടി എഴുതുമ്പോഴേക്കും തെറ്റ് വരുന്നു, വീണ്ടും അതിന് ചുരുട്ടുകൂട്ടി എറിയുന്നു. ഇപ്പം വന്ന് ചുരുട്ടുകൂട്ടി എറിഞ്ഞ പേപ്പറുകളുടെ ഒരു കുന്നുമല മാറുകയും തിരുത്തൽ നടക്കുകയും ചെയ്യാത്തൊരവസ്ഥയാണ്. ഇത് ഈ പീപ്പിൾ ഡെമോക്രസിയിലെ ഇപ്പോഴത്തെ അവലോകം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും? ഇനിയും ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് പറയാമെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോൾ ഒരു തിരുത്തൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വെറും തിരുത്തലായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ
പരാജയത്തിൻ്റെ ആയം പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷ് നിങ്ങളെ നേരത്തെ പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ മുതലൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട റിയലൈസേഷൻ ആണ്, ഇങ്ങനെ ഓപ്പണായിട്ട് പറയാറില്ല. രണ്ട് ആരിഫ് പറഞ്ഞു, പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു തിരിച്ചറിവാണ്. മാത്രമല്ല കേരളത്തിൽ പാർട്ടി ശക്തമാണ്, അടിസ്ഥാന മേഖലയിൽ പാർട്ടി ശക്തമാണ്. അപ്പോൾ ഇവിടെ ബി ജെ പിക്കാരും സി പി എമ്മാരും ചെയ്തതെന്ന് വെച്ചാൽ പ്രായപരിധി വെച്ചുകൊണ്ട് പലരെയും പല സീനിയർ സഹാക്കളെയും ഔട്ടാക്കിയിട്ടുണ്ട്. ബി ജെ പിക്കാർ ചെയ്തിട്ടുണ്ട്, പ്രായപരിധി വെച്ചുകൊണ്ട് പഴയ RSSകാരെ പല ഔട്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പരിപാടി അതിലൊക്കെ ചിലപ്പോൾ ഒന്ന് വിട്ടുവീഴ്ച നടത്തേണ്ടതായിട്ട് വരും. കാരണം പണ്ടത്തെ സഹാക്കൾക്ക് ഈ സ്പിരിറ്റ് ഉണ്ട്, അവർക്ക് വലിയ ആക്സെപ്റ്റൻസ് എല്ലാ സമുദായങ്ങളൊന്നും കിട്ടിയാണ്. RSSകാർ ബി ജെ പിക്കാർ മനസ്സിലാക്കുന്ന നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ തിരിച്ചുകൊണ്ട് ഒന്നും കൂടി സജീവമാക്കിയൊക്കെ നിർത്തി പുതിയ തലമുറ കൊള്ളാവുന്നവനെ, ഉള്ളിൽ RSSകാരനും ജമാഅത്ത് ഇസ്ലാമി ആയവനല്ല, ഇത് രണ്ടും ഉണ്ടായില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള ആളുകളെ പാർട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവരെ പാർട്ടിയുടെ ഫേസാക്കി മാറ്റി മാന്യമായി TV ചർച്ചയിലൊക്കെ പോയി സംസാരിക്കാൻ പറ്റും. അത് നമ്മളെടുത്ത് തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ചു വിളിക്കാതെ വെറുതെ അങ്ങോട്ട് കണ്ടതിന് ഉത്തരം മുട്ടി ഒന്നിനെ കുത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു മാറ്റം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേ വകതിരിവുള്ള ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്, അതിശക്തമായിട്ട് തന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് വകതിരിവുള്ള ആൾക്കാരുള്ളത് കൊണ്ട് സംസ്ഥാന പറ്റി അവരെ നമുക്ക് കാത്തിരിക്കാം ഈ തിരുത്തൽ പ്രക്രിയ നടക്കുമോ ഇല്ലേ എന്നുള്ളത്.